ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലാഷറാണ്. അതായത് ഒരു ട്രാൻസിസ്റ്ററും ഒരു റിലേയും പിന്നെ വളരെ കുറച്ച് കോമ്പോണൻസും ഉള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലാഷർ സർക്യൂട്ട്. ഞാൻ ഇതിനെ COB LED വെച്ചും പിന്നെ ഇൻകാൻഡിസെൻറ്റ് ലാമ്പില്ലേ സാധാ ബൾബ് അത് വെച്ചും സ്വിച്ച് ചെയ്ത് കാണിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കോമ്പോണൻസ് എല്ലാം ലോക്കലി അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫുൾ സർക്യൂട്ട് ഡയഗ്രാം വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പം ആ സർക്യൂട്ട് ഡയഗ്രത്തിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സർക്യൂട്ടിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വളരെ സിമ്പിളാണ്. ഈ സർക്യൂട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് പറഞ്ഞത് എങ്ങനെയാണ് കണക്ഷൻ കൊടുത്തേക്കുന്നത്. BSC 557 എന്ന് പറഞ്ഞാൽ ഒരു PNP ട്രാൻസിസ്റ്ററാണ്. ആ PNP ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ എടുത്ത് നമ്മൾ റിലേ കോയിൽ കൊടുത്തിട്ടുണ്ട്. റിലേ കോയിലിൻ്റെ അടുത്ത പിന്നെന്ന് പറഞ്ഞാൽ നേരെ ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതേ ഗ്രൗണ്ട് തന്നെ നേരെ എടുത്ത് നമ്മൾ സെൻറ്റർ പിന്നിൽ കൊടുത്തിട്ടുണ്ട്. ഏത് റിലേയുടെ സെൻറ്റർ പിൻ. അപ്പം നമ്മൾ പവർ കൊടുക്കാതിരിക്കുമ്പോൾ ഈ സെൻറ്റർ പിൻ നോർമലി കണക്റ്റഡ് പിന്നിലോട്ടായിട്ടും കണക്ട് ചെയ്യുന്നത്. NC എന്ന് കൊടുത്തില്ല, അതിനകത്ത് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ NO എന്ന് പറഞ്ഞാൽ നോർമലി ഓപ്പൺ പിൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കണക്ഷൻ ഒന്നുമില്ല. പക്ഷേ ആ നോർമലി കണക്റ്റഡ് പിൻ നേരെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു 1K റെസിസ്റ്റർ ഇട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ കണക്ഷൻ തന്നെ ബൾബിലും കൊടുത്തിട്ടുണ്ട്. അത് ഗ്രൗണ്ടാണ്. ബൈ ഡീഫോൾട്ട് ഇത് ഗ്രൗണ്ട് എന്ന് വേണം നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് ഈ നോർമലി കണക്റ്റഡ് പിൻ നേരെ ഗ്രൗണ്ടിലോട്ടാണ്, കോമൺ വഴി ഗ്രൗണ്ടിലോട്ടാണ് കണക്റ്റ് ആവുന്നത്. ഏതൊരു ട്രാൻസിസ്റ്ററും സ്വിച്ച് ഓൺ ആവണമെങ്കിൽ അതിൻ്റെ ബേസ് ടു എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആണ്. ഇവിടെ ഇതൊരു PNP ട്രാൻസിസ്റ്റർ ആയത് കാരണം അതിൻ്റെ എമിറ്റർ എന്ന് പറഞ്ഞാൽ P ആണ്, പോസിറ്റീവാണ്. അത് നേരെ എടുത്ത് പോസിറ്റീവ് 12 വോൾട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ N ആണ്, നെഗറ്റീവാണ്. അതിവിടെ ഒരു നെഗറ്റീവ് സപ്ലൈ വേണം, ഇല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് വരണം. അത് വിത്ത് റെസ്പെക്ട് ടു അതിൻ്റെ പോസിറ്റീവ് എമിറ്റർ അവിടെ ഒരു അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഒരു നെഗറ്റീവ് സപ്ലൈ വരണം, എങ്കിൽ മാത്രമേ അത് ഓൺ ആവുള്ളൂ. അപ്പം നമ്മൾ പവർ കൊടുക്കുന്ന സമയത്ത് ഈ നോർമലി കണക്റ്റഡ് പിൻ ഗ്രൗണ്ടുമായിട്ട് കണക്റ്റഡ് ആണല്ലോ, അത് നേരെ എടുത്ത് ബേസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രാൻസിസ്റ്റർ ഓൺ ആവും. പക്ഷേ അവിടെ ട്രാൻസിസ്റ്റർ ഓൺ ആവില്ല. എന്താ കാരണം എന്ന് പറയുമ്പോൾ നമ്മളൊരു 4700 MFD ഒരു കപ്പാസിറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇവൻ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും, അതിന് ശേഷമേ ഇവൻ ഡിസ്ചാർജ് ചെയ്യുള്ളൂ.
അത് ഫില്ലായാൽ മാത്രമേ അവൻ അടുത്ത സപ്ലൈയിലോട്ട് പോകും. അല്ലാതെ അത് പാരലായിട്ട് പോകില്ല. കാരണം അവിടെ കപ്പാസിറ്റർ അവിടെ ഒരു സിങ്ക് പോലെയാണ് വർക്ക് ചെയ്യണത്. കാരണം കപ്പാസിറ്റർ ചാർജ് മുഴുവൻ സ്റ്റോർ ചെയ്യും. വരുന്ന ചാർജ് മുഴുവൻ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യും. അതിന് ശേഷമേ ആ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ചെയ്ത് കഴിയുമ്പം പിന്നെ അത് നിറഞ്ഞ് കളയില്ല. അതുപോലെ നേരെ എടുത്ത് ട്രാൻസിസ്റ്റർ ബേസിൽ പോകും. അപ്പം ഈ ട്രാൻസിസ്റ്റർ ഓണാവും. ട്രാൻസിസ്റ്റർ ഓണാകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? റിലേ കോയിൽ ഓണാവും. റിലേ ഓണാകുമ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ കോമൺ ടെർമിനൽ കണ്ടാം. കോമൺ ടെർമിനൽ നേരെ എടുത്ത് നോർമലി ഓപ്പൺ പിന്നിലോട്ട് കണക്റ്റ് ആവും. അപ്പം ഇതിൻ്റെ ബേസിലോട്ടുള്ള കണക്ഷൻ കട്ടാവും. ബേസ് കണക്ട് ചെയ്തേക്കണ നോർമലി കണക്റ്റഡ് NC വഴിയല്ല, അത് കട്ടാവും. അത് കട്ടാവുമ്പോൾ പക്ഷെ അപ്പം ട്രാൻസിസ്റ്റർ ഓഫ് ആവേണ്ടതാണ്. പക്ഷേ ട്രാൻസിസ്റ്റർ ഓഫ് ആവില്ല. അതിന് കാരണം എന്തെന്നറിയാമോ? ആ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ചെയ്ത് നിൽക്കുകയില്ല. ആ കപ്പാസിറ്റർ പതുക്കെ ഡിസ്ചാർജ് ചെയ്യും. കാരണം പവർ കിട്ടാതെ വരുമ്പം, അതായത് 1K റെസിസ്റ്റർ വഴി പവർ കിട്ടാതെ വരുമ്പം ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും എങ്ങോട്ട്? ഈ BC557ൻ്റെ ബേസിലോട്ട് ഡിസ്ചാർജ് ചെയ്യും. അപ്പം ഈ ചാർജ് തീരണ സമയം വരെ ഈ BC557 ഓൺ കണ്ടീഷനിൽ തന്നെ ആയിരിക്കും. ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ BC557 ഓഫായിട്ട് ഈ റിലേ എങ്കിൽ പിന്നെയും ഓഫാവും. റിലേ ഓഫാകുമ്പോൾ നോർമലി കണക്റ്റഡ് പിന്നിലോട്ട് പിന്നെയും കണക്ഷൻ വരും. പിന്നെയും കണക്ഷൻ നേരെ വന്ന് 4700 MFTയുടെ കപ്പാസിറ്റർ ചാർജ് ആവും. ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ ഡിസ്ചാർജ് റേറ്റ് എത്ര വേണമെന്ന് നമുക്ക് ആ വേരിയബിൾ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ അതുവഴി കൺട്രോൾ ചെയ്യാം. നമുക്ക് എത്ര പെട്ടെന്ന് ഇതിനെ ഡിസ്ചാർജ് ചെയ്യണം. ആ കപ്പാസിറ്റർ ഇല്ലാതിരുന്ന വളരെ സ്ലോയിൽ കുറേ നേരം ഇത് ഓണായി നിൽക്കും. ഇനി നമുക്ക് ഈ സർക്യൂട്ടിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ 10 വാട്ടിൻ്റെ ഒരു COB LED ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ LED മാറ്റിയിട്ട് ഇനി നമുക്കൊരു ഇൻകാൻഡിസെന്റ് ലാമ്പ് അല്ലെങ്കിൽ ഒരു ബൾബ് കൊടുത്തു നോക്കാം. അപ്പം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം എങ്ങനെ ഇരിക്കുന്നു എന്ന്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.